ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 8001 MG അങ്കിൾ എത്ര അപ്പം കഴിച്ചു എന്റെ ജീവിതത്തിലോ അതെ ഒരു പിടിയില്ല. ഈ കൊട്ടാരക്കര കണവതുപോലൊക്കെ പോയി കഴിഞ്ഞാല് അപ്പം കൊണ്ട് അഭിഷേകമായിരിക്കും. കാരണം എത്രണ്ണം കഴിക്കുന്ന അറിഞ്ഞില്ല. കാരണം അത് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം പിന്നെ എന്തോ ഉദ്ദേശിച്ചത് ഇത് കൽദോശ. എന്തപ്പമാണെങ്കിലും എന്തപ്പമാണെങ്കിലും ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കാം. എത്ര വർഷമായി ഞാൻ ഇത്ര അപ്പം കഴിക്കുന്നതെന്നുള്ള ഒരു വിഡ്ഢി ചോദ്യം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഞാൻ കേൾക്കുന്നത്. 8 അപ്പം തരണം എന്ന് പറഞ്ഞപ്പോ അങ്കിൾ എത്ര അപ്പം ഈ അപ്പത്തിൽ നിന്ന് കഴിച്ചു എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് Brilliant question. അല്ല അങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ അങ്ങനെ പറയണം. അങ്ങനെ ഞാൻ അങ്കിൾ ഉദ്ദേശിച്ചത്. ജീവിതത്തിൽ എത്ര അപ്പം കഴിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേണ്ട, എന്ത് അങ്കിൾ ഈ 8 അപ്പത്തിൽ നിന്നും എത്ര അപ്പം കഴിച്ചു? ഞാൻ ഒരു അപ്പം പോലും തൊട്ടിട്ടില്ല. ആ എടുത്തില്ല. കൊച്ചിന്റെ അപ്പമാണ് അത് തൊടാൻ പാടില്ല. കട്ടെടുക്കാറില്ല. കാരണം ആ കൊച്ചു കുഞ്ഞാണ്. അതെ. അത് അപ്പവും പാലും പഞ്ചസാരയും ഒക്കെ ആയിട്ട് ചേർത്ത് കഴിക്കുമ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. മക്കളെ അടിപൊളിയായിട്ട് പാടി. പാട്ട് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ അപ്പമാ. പക്ഷെ അതിന്റെ ചുറ്റും ഇങ്ങനെ നിരത്തുമല്ലോ, അത് വല്ലാത്തൊരു ബീജമായി. കാരണം കൊച്ചു നിന്ന് വിഷമിക്കുക എപ്പോഴായി ഞാൻ പാടണ്ട. തേർഡ് ബീജം എസ്പെഷ്യലി വരുമ്പോഴേ അവിടെ നിന്ന് നോക്കുക. എന്റെ അടുത്ത് ചോദിക്കുക എന്താ ഞാൻ ചോദിച്ചു എന്താ നീ അപ്പൊ നിങ്ങളാണ് കുഴപ്പമൊന്നും. കാരണം ഒരു ചെറിയ പാട്ടും ഒരു വലിയ ബീജവും. ഈ അവസരത്തിൽ സംഗീത് ശിവൻ അദ്ദേഹമാണ് ഇതിന്റെ ഡയറക്ടർ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല, ഓർക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് അക്കടി പറ്റിയ ഒരു പാട്ടാണിത്. എളുപ്പത്തിൽ പറയാം. അപ്പം മീനോട്ടി മിന്നാരത്തിന്റെ കമ്പോസിങ് നടക്കുക. വെങ്കടേഷ് സാറുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി ഉണ്ട്. അപ്പൊ പ്രിയൻ കാലത്ത് വന്നിട്ട് അങ്ങ് പോകും. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് വെങ്കടേഷ് സാർ ഇതുപോലെ ഒരു ബുക്കിനകത്ത് ഇപ്പം അതൊരു പാട്ടായി അണ്ടർലൈൻ ചെയ്തു. അടുത്ത പാട്ട് അടുത്ത പാട്ടായി. അങ്ങനെ ഒരു 20 പാട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും. പ്രിയൻ 7 മണിക്ക് വരുമ്പോഴത്തേക്ക് ഈ ഓരോ പാട്ടായിട്ട് ഇങ്ങനെ കേൾക്കും. അപ്പൊ ഹാർമോണിയത്തിന്റെ മേളിൽ പ്രിയൻ ഇങ്ങനെ തല ഇങ്ങനെ വെച്ചേക്കും. പാട്ട് തന്നെ വേണ്ട, അടുത്തത് വേണ്ട, അടുത്തത് അത് വേണ്ട. ഇങ്ങനെ എല്ലാം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം ഇതുപോലൊരു പാട്ട് സെയിം ഇത് അദ്ദേഹത്തിന്റെയാണ്. തം 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 ദിൻ തം 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 എടുത്തു വെച്ചു. ഇത് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം ഗിരീഷ് എന്റെ മുഖത്ത് നോക്കുക. ഞാനും പറഞ്ഞു ഗിരീഷെ പറ, ഇതുപോലൊരു പാട്ടുണ്ടെന്ന് പറ. കാരണം രണ്ടപ്പം ചുണ്ടെന്നുള്ളൊരു പാട്ടുണ്ട്, അത് പറയാൻ പറഞ്ഞു. ഗിരീഷ് പറഞ്ഞു ഞാൻ പറയത്തില്ല, ശ്രീകുട്ടൻ പറ. ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ പറയും. അപ്പം ഇടയ്ക്ക് ഞാൻ പറയാ മറ്റേ ഇത് എനിക്കറിയാം, ഞാനാണ് സിനിമ എടുക്കുന്നത്, നീ കൂടുതലൊന്നും പറയണ്ട, ഈ പാട്ട് ഓക്കെയാണ് എനിക്ക്. ഞാൻ വിചാരിച്ചു ആയിക്കോട്ടെ, എന്ത് പ്രശ്നം, ആയിക്കോ. അവസാനം സച്ചി, മരിച്ചുപോയ സച്ചി ഉണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ. നമ്മുടെ കോതണ്ടപാണി സ്റ്റുഡിയോയിൽ പാട്ടെടുക്കുന്നു. പാട്ടെടുത്ത് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് അവിടെ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വരും. സുരേഷ്, അപ്പി രാധാകൃഷ്ണൻ എല്ലാം ഒരുപാട് വരും. ഈ അപ്പി രാധാകൃഷ്ണൻ ഈ സംഗീതമായിട്ട് കുറച്ച് നല്ല പരിചിതമുണ്ട്. അപ്പൊ പുള്ളി ഈ പാട്ടങ്ങോട്ട് ഇട്ട് കേട്ടുണ്ടോ, അയ്യോ അണ്ണ ഇത് രണ്ടപ്പം ചൊണ്ണു അതേപോലെ. ഉടനെ പ്രിയൻ എൻ്റെ അടുത്ത് ഇടാ മറ്റവനെ മറിച്ചവനെ എന്നൊക്കെ വിളിച്ച് നീ പറയണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇത് ഇങ്ങനെ ഒരു മറ്റേ പാട്ട് മതി, നീ മറ്റേ പാട്ട് മതി, ഇത് വേണ്ടാന്ന് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടി. മണി രാത്രി 9:30 വിളിക്കും വെങ്കടേഷ് സാർ. ഉടനെ ആ രാത്രി അങ്ങനെ 11:45 വെങ്കടേഷ് സാർ വന്നു. വെങ്കടേഷ് സാർ വന്നിട്ട് കമ്പോസ് ചെയ്തതാണ് ഒരു വല്ലം പൊന്നും പോവും. ഇത് വേറൊരു പാട്ട് എടുത്തു, ആ പാട്ട് കളഞ്ഞിട്ട് ഒരു വല്ലം തന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു. ഇത് ഓക്കെ ആണോ എല്ലാവരും ചോദിച്ചു. ഞാൻ പറഞ്ഞു പടത്തി വരുമ്പോ അറിയാം ഓക്കെ ആണോ. പക്ഷെ സംഭവം ഓക്കെ ആയി. പക്ഷെ ഇതിനൊരു പിന്നാമ്പറുണ്ട്. 6 മാസത്തേക്ക് വെങ്കടേഷ് സാർ എന്നെ വിളിച്ചിട്ടേ ഇല്ല പാടാൻ. അദ്ദേഹം വിചാരിച്ചു ഞാനാണ് ഈ പാട്ട് മാറ്റിയെന്ന്. ആരോ ചെന്ന് ഉരുവിട്ട് കൊടുത്തു, ഇതെല്ലാം MG ആണ് ഇതിന്റെ പ്രശ്നം. അങ്ങനെ 6 മാസത്തേക്ക് വിളിച്ചിട്ടില്ല. ഓരോരുത്തർ പോൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറൊക്കെ ഉണ്ട് അന്ന്. അദ്ദേഹം പറയും നമുക്ക് MG ശ്രീകുമാറിനെ വിളിക്കാം എന്ന് പറയും. വേല് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് ഉണ്ട്. MG കൂപ്പിടെന്ന് പറഞ്ഞു ഞാൻ കണ്ണു കാണിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോ പുള്ളി വന്നിട്ട് പറയും മദ്രാസില് ഇതം പരിപാടിയാണ്. MG ശ്രീകുമാർ ഊരിലേ ഇല്ല, അവനെ നാട് കടത്തിന്ന്. എന്താ ഊരിലേ ഇല്ല. അങ്ങനെയൊക്കെ ഒരു ഈ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും എനിക്ക് പേടിയാ. ഇതൊക്കെ കുറെ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോളെ, നന്നായിട്ട് പാടി. ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഓർമ്മ വന്നു, ഒരുപാട് യാതനകളും.
താങ്ക് യു. മീനൂട്ടി എന്തോ ഇതിലെ ഈ എട്ടപ്പെന്ന് കേട്ടപ്പോ ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് ഇതാ. അതെന്താ അവിടെ ആപ്പം ആപ്പോ അപ്പൊ വീട്ടിലിപ്പം ആപ്പ മത്സരം. പുതിയ ആള് വന്നു. അപ്പം ഇവിടെ അപ്പം അവിടെ ആപ്പം. ഓ ആപ്പം ആപ്പം ആ അങ്ങനെ മാഡം എത്തന ആപ്പം? എട്ടാപ്പം. എട്ടോ ഒരു 200 രണ്ട് കൊടുക്കും. കൃഷ്ണന് അല്ല, 2 കൃഷ്ണന്, 2 എനിക്ക്, 2 വിനായകന്, 2 പിന്നെ ശിവാനിക്ക്. 2 മതി. രണ്ടപ്പം നിർത്തിയോ 2 ആണോ ആ 2 അപ്പം മതി ചേട്ടാ. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ആ വല്ല കുടലും എല്ലാം കയറി കളഞ്ഞു. എന്തോ മധുവങ്കളുടെ എത്ര അപ്പം കഴിക്കും? ഈ കുറച്ച് നാളുകളെ എനിക്ക് അപ്പം അത്ര താല്പര്യമില്ലാത്തൊരു ഭക്ഷണമാണ്. എനിക്കും അപ്പം ആണോ? അയ്യോ, എന്റെ ഫേവറേറ്റ് ആപ്പോ മുട്ടക്കറി. പക്ഷെ വീട്ടില് മുട്ട ഉണ്ടാക്കുകയല്ല. പക്ഷെ അതിന്റെ കൂടെ നമ്മള് അതെന്താ അത്? വീട്ടില് വെജിറ്റേറിയൻ. പിന്നെ മധുവങ്കൾ ചുമ്മാ എന്ന് പറഞ്ഞു. ചുമ്മാ ഞാൻ വെളിയിൽ നിന്ന് കഴിക്കും മോളെ, വെളിയിൽ നിന്ന് കഴിക്കും. വീട്ടിലെന്തിനാ ഉണ്ടാക്കുന്നത്? വെളിയിൽ നിന്ന് ഒരു 6 മുട്ടയുടെ കറിയും വെളിയിൽ പോയി 5 കഴിക്കും. ചിക്കൻ കറിയും വാങ്ങിച്ചാ പോരെ? അല്ല അപ്പൊ പിന്നെ വീട്ടിലിരുന്ന് വെച്ച് കഴിക്കും, പുറത്തിറങ്ങിയ നോൺ വെജ് കഴിക്കും. നോൺ വെജ് കറി കഴിക്കും. വീട്ടിലിരുന്ന് പുറത്തുനിന്ന് വരുത്തും. അപ്പൊ വീട്ടിൽ കഴിച്ചാൽ എന്താ കുഴപ്പം? വീട്ടില് കൃഷ്ണന് പൂജയ്ക്ക് അവര് അപ്പൊ അവരാരും കഴിക്കത്തില്ല. ശിവാങ്കി കൃഷ്ണൻ ഫ്ലൈറ്റിൽ കയറി കഴിക്കും. ഞാനിപ്പോ കണ്ടായിരുന്നു. ഇതെല്ലാം കഴിക്കും. എല്ലാം ഗോപ്യമായിട്ടാണെന്നേ ഉള്ളൂ. എല്ലാം ഗോപ്യം എന്ന് പറഞ്ഞാൽ കട്ടിലിന്റെ അടി കയറിയിട്ടും അവിടെ ഇവിടെ കേട്ടു. ആരും കാണാതെ കുമ്പിടിയില്ലേ കുമ്പിടി, അതുപോലെ നന്ദനത്തിന് കുമ്പിടി പോലെ.